ജീസസ് റെയിൻസ്. യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഗിഫ്റ്റ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ. 1 കൊരിന്ത്യർ 12-ാമത്തെ അധ്യായം അതിൻ്റെ 8 മുതലുള്ള വാക്യങ്ങളിൽ 9 കൃപാവരങ്ങളെക്കുറിച്ച് കാണുവാൻ കഴിയുന്നു. ഒരുത്തന് ആത്മാവിനാൽ ജ്ഞാനത്തിൻ്റെ വചനവും മറ്റൊരുത്തന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിൻ്റെ വചനവും നൽകപ്പെടുന്നു. വേറൊരുത്തന് അതേ ആത്മാവിനാൽ വിശ്വാസം, മറ്റൊരുവന് അതേ ആത്മാവിനാൽ രോഗശാന്തികളുടെ വരം. ഇന്ന് നമുക്ക് രോഗശാന്തികളുടെ വരത്തെക്കുറിച്ച് ചിന്തിക്കാം. കഴിഞ്ഞുപോയ എപ്പിസോഡുകളിൽ വിശ്വാസത്തെക്കുറിച്ചും ജ്ഞാനത്തിൻ്റെ വചനത്തെക്കുറിച്ചും പരിജ്ഞാനത്തിൻ്റെ വചനത്തെക്കുറിച്ചും പഠിക്കുവാൻ അവസരം ലഭിച്ചു. ഇന്ന് രോഗശാന്തികളുടെ വരം. അവിടെ തന്നെ ശ്രദ്ധിക്കുക, രോഗശാന്തികളുടെ വരം ബഹുവചനമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനാൽ വ്യത്യസ്തമാകുന്ന അസുഖങ്ങൾക്ക്, വ്യത്യസ്തമാകുന്ന രോഗങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന രോഗശാന്തിയുടെ വരങ്ങളുണ്ട്. മാത്രവുമല്ല, ബഹുവചനം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതിനാൽ അവിടുന്ന് നമ്മുടെ ആത്മാവിനെയും സൗഖ്യമാക്കുവാൻ ആഗ്രഹിക്കുന്നു. മനസ്സിനെ, ആന്തരികമാകുന്ന സൗഖ്യം, അതും ഒരു പ്രത്യേക വിഭാഗമാണ്. മനസ്സിനുള്ള സൗഖ്യം, അതോടൊന്നിച്ച് തന്നെ ശരീരത്തിൻ്റെ സൗഖ്യം. സാധാരണമായിട്ട് ശരീരത്തിൻ്റെ സൗഖ്യമാകുന്നുവല്ലോ രോഗശാന്തിയിൽ അടങ്ങിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ടും ശരീരത്തിൻ്റെ സൗഖ്യമാണ്. അങ്ങനെയെങ്കിൽ അവിടെ വിവിധ രോഗങ്ങളെ സൗഖ്യമാക്കുന്നത് കൊണ്ടാണ് ഇവിടെ ബഹുവചനം ഉപയോഗിച്ചിരിക്കുന്നത്, രോഗശാന്തികളുടെ വരം. ഇവിടെ ഒരു കാര്യം വ്യക്തമാകുന്നു, നാച്ചുറലായിട്ട് ലഭിക്കുന്ന, വൈദ്യസഹായത്തോടുകൂടെ ലഭിക്കുന്ന സൗഖ്യത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. മെഡിസിൻസിൻ്റെ സഹായത്തോട് ലഭിക്കുന്ന, നാച്ചുറലായിട്ടുള്ള ഏതെങ്കിലും ചികിത്സകളിലൂടെ ലഭിക്കുന്ന സൗഖ്യമല്ലിത്. ഇതൊരു ഗിഫ്റ്റാണ്. ഇത് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന, സൗജന്യമായി ലഭിക്കുന്ന രോഗശാന്തിയാണ്. അവിടുന്ന് നമ്മെ സ്പർശിച്ച് സൗഖ്യമാക്കുവാൻ ആഗ്രഹിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 16-ാമത്തെ അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട്, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. വിശ്വസിക്കുന്നവരാൽ, 17 മുതലുള്ള വാക്യങ്ങളിൽ, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരും. ഇംഗ്ലീഷിൽ റിക്കവർ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതൊരു പ്രോഗ്രസീവ് ഹീലിംഗ് ആണ്. കർത്താവാകുന്ന യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിൽ നമുക്ക് ധാരാളം രോഗികൾ സൗഖ്യമാകുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. അവിടുത്തെ ശുശ്രൂഷയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിരുന്നു രോഗശാന്തി ശുശ്രൂഷ. അവിടുന്ന് രോഗികളെ സൗഖ്യമാക്കി. പഴയ നിയമത്തിൽ കൂടുതലും അത്ഭുതങ്ങളാണ് കാണുവാൻ കഴിയുന്നത്. അവിടെയും രോഗികൾ സൗഖ്യമാകുന്ന സംഭവങ്ങൾ, ചരിത്രങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ നമുക്ക് കൂടുതലും രോഗസൗഖ്യങ്ങളാണ്, അത്ഭുതങ്ങളെക്കാട്ടിലും കൂടുതലും രോഗസൗഖ്യങ്ങളാണ് കാണുവാൻ കഴിയുന്നത്. യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിൽ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്, വലിയ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. അതോടൊന്നിച്ച് തന്നെ രോഗികളുടെ സൗഖ്യം, എണ്ണമെടുക്കുകയാണെങ്കിൽ രോഗികളുടെ സൗഖ്യമാണ് ധാരാളമായിട്ട് യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിൽ നടന്നിരിക്കുന്നത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധേയമാണ്, യേശുവിൻ്റെ ശുശ്രൂഷയിൽ രോഗികൾ സൗഖ്യമായി എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ യേശു അഭിഷേകം സ്വീകരിക്കുന്നതിന് മുന്നമേ ഒരു രോഗിയും സൗഖ്യമായതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. യേശു സ്നാനം സ്വീകരിച്ചതിന് ശേഷം വെള്ളത്തിൽ നിന്ന് കയറി വന്നപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ യേശുവിൻ്റെ മേൽ ഇറങ്ങി വരികയുണ്ടായി. അതിന് ശേഷമാണ് രോഗികൾ സൗഖ്യമാകുവാൻ തുടങ്ങിയത്. അതിനു മുന്നമേ രോഗികൾ സൗഖ്യമായ ഒരു ചരിത്രം നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. അതോടൊന്നിച്ച് തന്നെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം യേശു രോഗികളെ സൗഖ്യമാക്കിയതായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ഒരു അത്ഭുതം സംഭവിക്കുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 21-ാമത്തെ അധ്യായത്തിൽ പത്രോസും യോഹന്നാനുമൊക്കെ അവർ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ആ രാത്രിയിൽ അവർക്കൊന്നും ലഭിച്ചില്ല. യേശു കരയിൽ നിന്ന് പറഞ്ഞു, വലതുവശത്ത് വല വീശുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് ഒരു
അത്ഭുതകരമാകുന്ന മീൻപിടുത്തം ലഭിക്കുകയുണ്ടായി. വലതുവശത്ത് വല വീശുക എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 153 മീനുകളെയാണ് അന്ന് അവർക്ക് ലഭിച്ചത്. 153 മീനുകൾ. അതിൻ്റെ എണ്ണം കൃത്യമായിട്ട് യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 21-ാമത്തെ അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. അവർ മീൻ പിടിച്ചിട്ട് കരയിൽ വന്നു കഴിഞ്ഞപ്പോൾ 11-ാം വാക്യത്തിൽ ശിമോൻ പത്രോസ് കയറി 153 വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ചു കയറ്റി. അതൊരത്ഭുതമാണ്. ഒരത്ഭുതം, ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ഒരു അത്ഭുതം സംഭവിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. എന്നാൽ രോഗികൾ സൗഖ്യമായതിനെക്കുറിച്ച് കൃത്യമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം രോഗികൾ സൗഖ്യമായതായിട്ട് അല്ലെങ്കിൽ യേശു രോഗികളെ സൗഖ്യമാക്കിയതായിട്ട് കാണുവാൻ കഴിയുന്നില്ല. യേശു സ്നാനം സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനാൽ ഉള്ള ആ അഭിഷേകം പ്രാപിച്ചതിന് ശേഷമാണ് രോഗശാന്തി ശുശ്രൂഷ കാണുവാൻ കഴിയുന്നത്. അതിനു മുന്നമേ രോഗസൗഖ്യ ശുശ്രൂഷ കാണുവാൻ കഴിയുന്നില്ല. അതിൽ ഏത് രോഗിയാണ് ആദ്യം സൗഖ്യമായത് എന്ന് ചോദിക്കുമ്പോൾ അത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയത്തില്ല. മർക്കോസിൻ്റെ സുവിശേഷം നമ്മൾ പഠിക്കുകയാണെങ്കിൽ അവിടെ 40-ാമത്തെ വാക്യത്തിൽ ആദ്യമായിട്ടൊരു രോഗസൗഖ്യ ശുശ്രൂഷ കാണുവാൻ കഴിയുന്നു. അവിടെ കുഷ്ഠരോഗിയാകുന്നൊരു മനുഷ്യനെ കർത്താവ് സൗഖ്യമാക്കുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. 40-ാമത്തെ വാക്യത്തിൽ ഒരു കുഷ്ഠരോഗി അവൻ്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് അപേക്ഷിച്ചു. യേശു മനസ്സലിഞ്ഞു. രോഗസൗഖ്യത്തിൻ്റെ ആധാരം എന്താണ്? എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യനെ സൗഖ്യമാക്കുന്നത്? ദൈവസ്നേഹം. അവിടുന്ന് നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്നു. മനുഷ്യനെ ഒത്തിരി ദൈവം സ്നേഹിക്കുന്നു. നമ്മെ എത്രത്തോളം ദൈവം സ്നേഹിക്കുന്നുണ്ട് എന്ന് ഇതുവരെയും നമുക്ക് ആഴത്തിൽ മനസ്സിലായിട്ടില്ല. കുറച്ചൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ദൈവത്തിന് നമ്മളെ ഒത്തിരി ഇഷ്ടമാണ്, ഒത്തിരി സ്നേഹമാണ് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ ആഴം നമുക്ക് ഇനിയും അറിയുവാനുണ്ട്. ജീവിതത്തിൽ നമ്മൾ യേശുവിനോട് ചേർന്ന് മുന്നോട്ട് പോകുമ്പോഴാണ് കൂടുതൽ ആഴം നമ്മൾ അറിയുവാൻ പോകുന്നത്. അവിടുന്ന് നമ്മെ ഒരുപാട് സ്നേഹിക്കുന്നു. അവിടുന്ന് നമ്മളെ സ്നേഹിച്ചത് കൊണ്ടാണ് നമുക്ക് തിരികെ ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയുന്നത്. നമുക്കാർക്കും സ്വയമായിട്ട് ദൈവസ്നേഹം പുറപ്പെടുവിക്കുവാൻ കഴിയത്തില്ല. 1 യോഹന്നാൻ്റെ ലേഖനം അതിൻ്റെ 4-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യത്തിൽ അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചത് കൊണ്ട് നാം സ്നേഹിക്കുന്നു. അതാണ് ന്യൂ ടെസ്റ്റമെൻറ്റിൻ്റെ ഓപ്പറേറ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. OS എന്ന് പറയുന്നത് ഈ വാക്യമാണ്. 1 യോഹന്നാൻ 4:19. അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാം സ്നേഹിക്കുന്നു. അത്ര വലിയ സ്നേഹമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ആ സ്നേഹത്തിൻ്റെ പ്രകടനമാണ് രോഗസൗഖ്യത്തിലൂടെ സംഭവിക്കുന്നത്. അതിൻ്റെ ആഴമേറിയ ഒരു ചിത്രമാണ് 1-ാമത്തെ അധ്യായത്തിൽ മർക്കോസ് 1-ൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ ആ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്ന സന്ദർഭത്തിൽ യേശു മനസ്സലിഞ്ഞു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്നേഹം ധാരാളമായി തിങ്ങി നിറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വൈകാരിക പ്രകടനമാണ് കമ്പാഷൻ എന്ന് പറയുന്നത്. തീവ്രമാകുന്ന സ്നേഹത്തിൽ നിന്ന് ഉളവാകുന്നതാണ് കമ്പാഷൻ. ഒരാളെ വല്ലാതെ ഒരാൾ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹിക്കപ്പെടുന്ന വ്യക്തിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വൈകാരിക പ്രതികരണമാണ് കമ്പാഷൻ എന്ന് പറയുന്നത്. മനസ്സലിഞ്ഞ് കൈനീട്ടി അവനെ തൊട്ടു, മനസ്സുണ്ട് ശുദ്ധമാക എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം വിട്ടുമാറി അവന് ശുദ്ധി വന്നു. അവിടെ ഒരു പടിപടിയായിട്ടുള്ള സൗഖ്യമൊന്നുമല്ല, ഉടനടി ആ വ്യക്തി പൂർണ്ണമായിട്ടും സൗഖ്യമാകുകയാണ്. അതാണ് ഏറ്റവും ആദ്യമായിട്ട് നടന്ന ഒരു സൗഖ്യമെന്ന് നമുക്ക് വിശ്വസിക്കാം. എന്നാൽ ഏറ്റവും അവസാനമായിട്ട് ആരെയാണ് യേശു സൗഖ്യമാക്കിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമാകുന്നു. ലാസ്റ്റ് ഹീലിംഗ് ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 22-ാമത്തെ അധ്യായത്തിൽ ഏറ്റവും അവസാനമായിട്ട് യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ഏറ്റവും അവസാനമായിട്ട് യേശു ആരെയാണ് സൗഖ്യമാക്കിയത്? ലൂക്കോസ് 22 അതിൻ്റെ 50 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുക. അവരിൽ ഒരുത്തൻ മഹാപുരോഹിതൻ്റെ ദാസനെ വെട്ടി അവൻ്റെ വലത്തെ കാത് അറുത്തു. അപ്പോൾ യേശു ഇത്രയ്ക്ക് വിടുവിൻ എന്ന് പറഞ്ഞ് അവൻ്റെ കാത് തൊട്ട് സൗഖ്യമാക്കി. ഇതാണ് യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിലെ ഏറ്റവും അവസാനത്തെ ലാസ്റ്റ് സൗഖ്യം എന്ന് പറയുന്നത്.
ഈ മഹാപുരോഹിതൻ്റെ ദാസൻ്റെ കാത്, വലത്തെ കാത് യേശു തൊട്ട് സൗഖ്യമാക്കി. അങ്ങനെ നൂറുകണക്കിന് രോഗസൗഖ്യങ്ങളുടെ ചരിത്രം നമുക്ക് 4 സുവിശേഷങ്ങളിൽ കാണുവാൻ കഴിയുന്നു. യേശുവിൻ്റെ രോഗസൗഖ്യ ശുശ്രൂഷ അത്ഭുതകരമായിരുന്നു, വളരെ വളരെ അത്ഭുതകരമായിരുന്നു. മത്തായിയുടെ സുവിശേഷം 9-ാമത്തെ അധ്യായത്തിൽ ഒരു തളർവാദ രോഗിയെ കർത്താവ് സൗഖ്യമാക്കുന്നത് കാണുവാൻ കഴിയുന്നു. അതിൻ്റെ 1 മുതൽ ഉള്ള വാക്യങ്ങളിൽ പക്ഷപാതക്കാരനെ യേശുവിൻ്റെ അരികിൽ കൊണ്ടുവരികയാണ്. യേശു അവനെ സൗഖ്യമാക്കുന്ന ആ ചരിത്രത്തോടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിലും ഇതേ സംഭവം തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിടെ ആ വ്യക്തിയെ നോക്കിയിട്ട് യേശു പറഞ്ഞു, നിൻ്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. അതിനുശേഷം പാപങ്ങൾ മോചിക്കുവാൻ മനുഷ്യപുത്രന് ഭൂമിയിൽ അധികാരമുണ്ട് എന്ന് തെളിയിക്കുവാൻ വേണ്ടി കൂടി യേശു പറഞ്ഞു, എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിൽ പോക, എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിൽ പോക. അവൻ എഴുന്നേറ്റ് വീട്ടിൽ പോയി. രോഗസൗഖ്യം സംഭവിക്കുമ്പോൾ ഉടനടിയാണ് ആ രോഗസൗഖ്യം സംഭവിക്കുന്നത്. അത് മരുന്നുകളുടെ സഹായത്തോടുകൂടെ അല്ല, ദൈവത്തിൻ്റെ വലിയ ശക്തി അവിടെ വ്യാപരിക്കുമ്പോൾ ഒരു ദൈവികമാകുന്ന ശുശ്രൂഷയാകുന്നു, ഒരു ദൈവികമാകുന്ന സൗഖ്യമാകുന്നു രോഗശാന്തി ശുശ്രൂഷയിൽ സംഭവിക്കുന്നത്. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഇന്ന് വിശ്വസിക്കണം, ഇന്ന് കർത്താവാകുന്ന യേശുവിനെ നിങ്ങളെ തൊടുവാൻ കഴിയും, തൊട്ട് നിങ്ങളെ സൗഖ്യമാക്കുവാൻ കഴിയും, പൂർണ്ണമായിട്ടും സൗഖ്യമാക്കുവാൻ കഴിയും. വിശ്വസിക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്കത് അനുഭവിക്കുവാൻ കഴിയും. യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 14-ാമത്തെ അധ്യായത്തിൽ 10-ാമത്തെ വാക്യം, ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. അപ്പോൾ പിതാവിൻ്റെ പ്രവൃത്തിയാണ് യേശു ഭൂമിയിൽ വെച്ച് ചെയ്തത്. 11-ാം വാക്യം, ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് വിശ്വസിപ്പീൻ, അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം വിശ്വസിപ്പീൻ. 12-ാം വാക്യം ശ്രദ്ധിക്കുക, ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. വാ, നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങളിലൂടെ രോഗശാന്തി ശുശ്രൂഷ പുറപ്പെടും. കർത്താവിന് നിങ്ങളെ രോഗശാന്തി വരം കൊണ്ട് നിറയ്ക്കാൻ കഴിയും. ഗിഫ്റ്റ് ഓഫ് ഹീലിങ്സ്, രോഗശാന്തികളുടെ വരം കൊണ്ട് കർത്താവിന് നിങ്ങളെ നിറയ്ക്കുവാൻ കഴിയും. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. 13-ാം വാക്യം, നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. 14-ാം വാക്യം, നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. ഒരേ കാര്യം തന്നെ 12, 13, 14 വാക്യങ്ങൾ ഒരേ കാര്യം തന്നെ ആവർത്തിക്കുകയാണ്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. അതുതന്നെയാണ് 13-ാം വാക്യത്തിൽ പറയുന്നത്, എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. വീണ്ടും പറയുകയാണ്, നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. ഈ 3 വാക്യങ്ങളിൽ ഏതാണ്ട് ഒരേ ആശയം തന്നെ ആവർത്തിച്ചു പറയുന്നതിനാൽ വളരെ വ്യക്തമാകുന്നു, ഈ വചനങ്ങൾ മാറ്റമില്ലാത്ത വചനങ്ങളാകുന്നു. നിങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുകയാണെങ്കിൽ പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് അവിടുന്ന് അത് ചെയ്തു തരും. വിശ്വസിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുക. കർത്താവ് ആമേൻ അവിടുന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാകുന്നു. അതുകൊണ്ടാണ് കർത്താവ് അഭിഷക്തനായിട്ട് ഈ ഭൂമിയിൽ വന്നത്. ജീസസ് ഈസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവാകുന്നു, അവിടുന്ന് അഭിഷക്തനാകുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവൻ്റെ മേലുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 34-ാമത്തെ വാക്യം, ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വചനം പ്രസ്താവിക്കുന്നു, അവൻ ആത്മാവിനെ അളവ് കൂടാതെയല്ലോ കൊടുക്കുന്നത്. അളവ് കൂടാതെയുള്ള പരിശുദ്ധാത്മ പ്രവൃത്തി യേശുക്രിസ്തുവിലൂടെ പുറപ്പെട്ടു. അവിടുന്ന് അഭിഷക്തനായിരുന്നതിനാൽ അവിടുന്ന് രോഗികളെ സൗഖ്യമാക്കി. ഈ 1 കൊരിന്ത്യർ 12-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 9 കൃപാവരങ്ങളിൽ അന്യഭാഷയും വ്യാഖ്യാനവും ഒഴികെയുള്ള എല്ലാ കൃപാവരങ്ങളും യേശുക്രിസ്തുവിലൂടെ പുറപ്പെട്ടു. ഈ അന്യഭാഷയുടെ വ്യാഖ്യാനം എന്ന് പറയുന്നത് ചർച്ച് ഏജിന് വേണ്ടി മാത്രമുള്ള ഒരു സവിശേഷമാകുന്ന ഗിഫ്റ്റാകുന്നു.
യേശുക്രിസ്തു ഈ രണ്ട് കൃപാവരങ്ങൾ അത് യേശുവിന് ഉപയോഗിക്കേണ്ട കാര്യമില്ല. ബാക്കി എല്ലാ കൃപകളും പരിശുദ്ധാത്മാവിൻ്റെ സകല ഗ്രേസും സകല ഗിഫ്റ്റ്സും യേശുക്രിസ്തുവിലൂടെ പുറപ്പെട്ടു. അന്യഭാഷയും അതിൻ്റെ വ്യാഖ്യാനവും ചർച്ച് ഏജിനു വേണ്ടി മാത്രമുള്ളതാണ്. സഭയ്ക്ക് വേണ്ടി ഈ ഡിസ്പെൻസേഷൻ ഓഫ് ദ ചർച്ച് ഓഫ് ഗാഡ്, ഈ സഭായുഗത്തിലുള്ള ഒരു കൃപാവരമാണ് അന്യഭാഷയും അതിൻ്റെ വ്യാഖ്യാനവും. 1 കൊരിന്ത്യർ 12-ാമത്തെ അധ്യായത്തിൽ 9-ാം വാക്യത്തിൽ രോഗശാന്തികളുടെ വരമെന്ന് പറഞ്ഞിരിക്കുന്നു. വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ 28-ാമത്തെ വാക്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട്, ദൈവം സഭയിൽ 1-ാമത് അപ്പോസ്തലന്മാർ, 2-ാമത് പ്രവാചകന്മാർ, 3-ാമത് ഉപദേഷ്ടാക്കന്മാർ, ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും പിന്നെ വീര്യപ്രവർത്തികൾ, രോഗശാന്തികളുടെ വരം, സഹായം ചെയ്യുവാനുള്ള വരം, പരിപാലന വരം, വിവിധ ഭാഷാവരം എന്നിവ നൽകുകയും ചെയ്തു. അവിടെ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക, രോഗശാന്തികളുടെ വരം. വീണ്ടും 30-ാം വാക്യത്തിൽ എല്ലാവർക്കും രോഗശാന്തിക്കുള്ള വരമുണ്ടോ? അത് ശ്രദ്ധിക്കണം. നമുക്ക് എല്ലാവർക്കും, വിശ്വസിക്കുന്ന എല്ലാവർക്കും രോഗികളെ സൗഖ്യമാക്കാൻ കഴിയും. എന്നാൽ ദൈവ രാജ്യത്തിൻ്റെ ഉള്ളിൽ കർത്താവിൻ്റെ ശരീരമാകുന്ന ഈ സഭയിലെ, ഈ ശരീരത്തിലെ ചില അവയവങ്ങൾക്ക്, ചില അഭിഷക്തർക്ക് കർത്താവ് പ്രത്യേകമായിട്ട് രോഗികളെ സൗഖ്യമാക്കുവാൻ വേണ്ടിയുള്ള ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതൊരു ഗിഫ്റ്റിംഗ് ആണ്. ആമേൻ. ആ ഗിഫ്റ്റിംഗ് ഓഫ് ഹീലിങ്സ് അല്ലെങ്കിൽ ആ ഗിഫ്റ്റ് ഓഫ് ഹീലിങ്സ് വെളിപ്പെടുന്ന സന്ദർഭത്തിൽ അതൊരു സ്പെഷ്യൽ മാനിഫെസ്റ്റേഷനാണ്. ആ മാനിഫെസ്റ്റേഷൻ നടക്കുമ്പോൾ ഒരു അഭിഷക്തനിലൂടെ അത് പുറപ്പെട്ട് ഒരു വ്യക്തിക്ക് അതിൻ്റെ അനുഗ്രഹം ലഭിക്കുന്നതാകുന്നു രോഗശാന്തികളുടെ വരം. ആമേൻ. എല്ലാവർക്കും രോഗശാന്തിക്കുള്ള വരമുണ്ടോ? ചില വ്യക്തികളെ കർത്താവ് അത്തരത്തിൽ ആ ഗിഫ്റ്റ് കൊടുത്ത് അതിനുവേണ്ടി കർത്താവ് ദൈവസഭയിൽ ആക്കി വച്ചിട്ടുണ്ട്. അവിടെ ആ ഗിഫ്റ്റ് ഓഫ് ഹീലിങ്സ് സജീവമാകുവാൻ വേണ്ടി ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്തൂടെ അവിടെ പിന്തുണയ്ക്കുന്നുണ്ട്. ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്തിൻ്റെ പിന്തുണ കൂടെ ആവശ്യമാണ്. ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്തും ഗിഫ്റ്റ് ഓഫ് ഹീലിങ്സ് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന കൃപാദാനങ്ങളാകുന്നു. പല കൃപാവരങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കും. ഗിഫ്റ്റ് ഓഫ് ഹീലിങ്സ് ഉള്ളവർക്ക് നിശ്ചയമായിട്ടും അവരിൽ സജീവമാകുന്ന ഒരു കൃപാവരമാണ് ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത്. അവർക്ക് വിശ്വാസത്തിൻ്റെ വരവും അവരിൽ സജീവമായിരിക്കും. ആ രണ്ടു വരങ്ങളും കൂടി ഒരുമിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ അസാധാരണമാകുന്ന കാര്യങ്ങൾ സംഭവിക്കും. അസാധാരണമാകുന്ന രോഗസൗഖ്യങ്ങൾ സംഭവിക്കും. വിശ്വസിക്കുക, ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ നിമിഷത്തിൽ തന്നെ നിങ്ങളിൽ ചിലർ സൗഖ്യമാകുവാൻ പോകുകയാണ്. അത്ഭുത സൗഖ്യങ്ങളെ കർത്താവ് നിങ്ങളുടെ മേൽ അയക്കുവാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. ചില വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടിരുന്നു. 30-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 2-ാമത്തെ വാക്യം, എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു, നീ എന്നെ സൗഖ്യമാക്കുകയും ചെയ്തു. പഴയ നിയമത്തിലും നമുക്ക് സൗഖ്യത്തിൻ്റെ മരുന്നുകൾ കാണുവാൻ കഴിയുന്നു. ഇത് സൗഖ്യത്തിൻ്റെ ഒരു മരുന്നാണ്. എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു, നീ എന്നെ സൗഖ്യമാക്കുകയും ചെയ്തു. 103-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് പോകുമ്പോൾ 103-ാം സങ്കീർത്തനം 1 മുതലുള്ള വാക്യങ്ങൾ, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. അവൻ നിൻ്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അവൻ നിൻ്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. നന്മയും കരുണയും നിന്നെ അണിയിക്കുന്നു. അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം. അവിടെ പറഞ്ഞിരിക്കുന്നത്, 3-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കും. ദ ഹോൾ ഓഫ്, ഹെൻസ് ഓൾ, എനി ഓർ എവറി ഡിസീസ്, എല്ലാ രോഗങ്ങളെയും കർത്താവ് സൗഖ്യമാക്കുവാൻ ആഗ്രഹിക്കുകയാണ്. Therefore God heals all, any or every sickness. Clearly God's will is to heal all sickness and disease. ഒരു രോഗത്തെയും കർത്താവ് മാറ്റി നിർത്താൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാ രോഗങ്ങളെയും യേശു സൗഖ്യമാക്കുവാൻ ആഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് സൗഖ്യം സ്വീകരിക്കുവാൻ കഴിയും. ഏത് രോഗവുമാകട്ടെ, രോഗങ്ങളെയെല്ലാം യേശു സൗഖ്യമാക്കുവാൻ ആഗ്രഹിക്കുന്നു.
യഥാർത്ഥത്തിൽ എല്ലാ രോഗങ്ങളുടെയും പിന്നിൽ ദുരാത്മ സ്വാധീനങ്ങളുണ്ട്. രോഗങ്ങൾ ദുരാത്മാക്കളിലൂടെയാകുന്നു പുറപ്പെടുന്നത്. സ്വർഗത്തിൽ രോഗമില്ല, ദൂതന്മാർക്ക് രോഗം വരാറില്ല. ഏദൻ തോട്ടത്തിൽ ആദമായിരുന്നപ്പോൾ അവിടെ രോഗമുണ്ടായിരുന്നില്ല. വീഴ്ചയ്ക്ക് ശേഷം ഈ താഴ്ച വന്ന ഭൂമിയിലാണ് രോഗം പ്രവേശിക്കുന്നത്. അതിൻ്റെ പിന്നിൽ പിശാചാകുന്നു. പിശാചും പാപവും ഇന്ന് ഈ ഭൂമിയിൽ ഉള്ളതുകൊണ്ടാണ് രോഗം ഇന്ന് ഈ ഭൂമിയിലുള്ളത്. 1000 ആണ്ടുവാഴ്ച കാലം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, ആ സമയത്ത് പിശാച് ഭൂമിയിലില്ല, പാപവും ഭൂമിയിലില്ല, അതുകൊണ്ട് രോഗവും ഈ ഭൂമിയിലില്ല. അന്ന് ആശുപത്രികളിലൊന്നും ചികിത്സകൾ നടക്കുകയില്ല. ആശുപത്രികളൊക്കെ ഇന്നത്തെ വലിയ വലിയ ആശുപത്രികൾ അന്ന് മറ്റേതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതായിരിക്കും. ഇന്ന് ഇവിടെ രോഗമുള്ളതിൻ്റെ പിന്നിലെ കാരണമെന്ന് പറയുന്നത് പാപമുള്ളത് കൊണ്ടാണ്, പിശാചുള്ളത് കൊണ്ടാണ്. എന്നാൽ അങ്ങനെ വരുന്ന രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ യേശുവിൽ ആശ്രയിക്കുന്നു എങ്കിൽ അവിടുന്ന് സകല രോഗങ്ങളെയും സൗഖ്യമാക്കും. സകല രോഗങ്ങളെയും സൗഖ്യമാക്കും. ആർക്കെങ്കിലും ഒരു രോഗം വരികയാണെങ്കിൽ ആരും ആ വ്യക്തിയെ ജഡ്ജ് ചെയ്യരുത്, കുറ്റം വിധിക്കരുത്. നല്ലതുപോലെ ഭക്ഷണം കഴിച്ചില്ല, ഉറക്കമില്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ പാപം ചെയ്തതുകൊണ്ടാണ്, അങ്ങനെ കുറ്റപ്പെടുത്തരുത്. നമുക്കറിയത്തില്ല അതിൻ്റെ പിന്നിൽ എന്തൊക്കെയാണ് എന്ന് നമുക്കറിയത്തില്ല. ചിലപ്പോൾ അത് ജനറേഷനിലായിട്ട് വരുന്നതായിരിക്കാം, ചിലപ്പോൾ അത് നാച്ചുറൽ കോസസ് കൊണ്ട് വരുന്നതായിരിക്കാം. അതിനാൽ ആരെയും കുറ്റം വിധിക്കരുത്. ഒരാൾ രോഗിയായി തീരുന്ന സന്ദർഭത്തിൽ ആരെയും കുറ്റം വിധിക്കരുത്. പകരം ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത്. ആ വ്യക്തിക്ക് ഒരു അത്ഭുത രോഗസൗഖ്യം ലഭിക്കുവാൻ വേണ്ടി, രോഗശാന്തികളുടെ വരത്തിലൂടെ ഒരു സൗഖ്യം ലഭിക്കുവാൻ വേണ്ടി. പ്രോഗ്രസീവ് ഹീലിംഗ് ഉണ്ട്. ഹീലിംഗ് നമുക്ക് വിവിധ നിലകളിൽ ലഭിക്കും. വചനം കൺഫസ് ചെയ്യുന്നതിലൂടെ, ഏറ്റുപറയുന്നതിലൂടെ നമുക്ക് രോഗസൗഖ്യം ലഭിക്കും. ക്രമത്തിൽ നമ്മുടെ ജീവിതത്തെ കൃത്യനിഷ്ഠയിലേക്ക് കൊണ്ടുവന്ന് മരുന്ന് കഴിക്കുന്നതിലൂടെ, വ്യായാമം ചെയ്യുന്നതിലൂടെയൊക്കെ രോഗസൗഖ്യം ലഭിക്കും. ഒരുപാട് ഉപാധികളിലൂടെ രോഗസൗഖ്യം ലഭിക്കും. എന്നാൽ 1 കൊരിന്ത്യർ 12-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യത്തിൽ പറയുന്ന രോഗശാന്തികളുടെ വരവെന്ന് പറയുന്നത് അതൊരു സൂപ്പർ നാച്ചുറൽ മാനിഫെസ്റ്റേഷൻ ഓഫ് ഗാഡ്സ് ഗിഫ്റ്റ് ഓഫ് ഹീലിംഗ്സ് ആണ്. പ്രകൃതിയാതീതമാകുന്ന ദൈവത്തിൻ്റെ രോഗശാന്തികളുടെ വരത്തിൻ്റെ പ്രകടനമാകുന്നു 1 കൊരിന്ത്യർ 12-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന രോഗശാന്തികളുടെ വരം. അവിടെ ആ ഗിഫ്റ്റ് ഉള്ള വ്യക്തി രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഉടനടി രോഗസൗഖ്യം സംഭവിക്കുന്നു. ഇന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരുടെ മേൽ ഉടനടി രോഗസൗഖ്യം സംഭവിക്കട്ടെ. നിങ്ങൾ രോഗത്തിൽ തുടരേണ്ട കാര്യമില്ല. നിങ്ങളെ അതിൽ നിന്ന് കർത്താവ് പുറത്തു കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. ഉടനടിയുള്ള രോഗസൗഖ്യത്തെ പരിശുദ്ധാത്മാവ് അയക്കുവാൻ ആഗ്രഹിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. കർത്താവ് വളരെ ശക്തമായി ഉപയോഗിച്ച ഒരു ദൈവദാസനാണ് ഓറൽ റോബോട്ട്സ്, പാസ്റ്റർ ഓറൽ റോബോട്ട്സ്. പാസ്റ്റർ ഓറൽ റോബോട്ട്സ് തൻ്റെ അനുഭവം പറയുന്നു. പാസ്റ്റർ ട്യൂബർക്കുലോസിസ് എന്ന രോഗം വന്ന് വളരെ ക്ഷീണിതനായിരിക്കുന്നു. തൻ്റെ ശരീരത്തിൽ ആ രോഗമുണ്ട്, അതോടൊന്നിച്ച് തന്നെ തനിക്ക് വിക്കുണ്ട്. ഈ 2 ബുദ്ധിമുട്ടുകളായിരിക്കുന്ന സന്ദർഭത്തിലാണ് താൻ യേശുവിനെ കണ്ടുമുട്ടിയത്. യേശുവിനെ കണ്ടുമുട്ടി ഒരു അത്ഭുത രോഗസൗഖ്യം സംഭവിച്ചു. ട്യൂബർക്കുലോസിസ് സൗഖ്യമായി. അന്നത്തെ കാലത്ത് സൗഖ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈദ്യശാസ്ത്രം ഇന്നത്തെ പോലൊന്നും വികസിച്ചിട്ടില്ല. ഒരു അത്ഭുത സൗഖ്യം തനിക്ക് ലഭിച്ചു. മാത്രവുമല്ല, വിക്ക് മാറിപ്പോയി. തനിക്ക് 4 വാക്ക് ചേർത്ത് പറയാൻ കഴിവില്ലാത്ത വ്യക്തിയായിരുന്നു. ഇന്ന് യൂട്യൂബിലുള്ള വീഡിയോസൊക്കെ നിങ്ങൾ കാണുകയാണെങ്കിൽ അത്ഭുതപ്പെട്ടു പോകും. വിക്കുള്ള ഒരാളായിരുന്നു ഇങ്ങനെ സംസാരിക്കുന്നത്. അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള സൗഖ്യമാണ് യേശു പാസ്റ്റർ ഓറൽ റോബോട്ട്സിന് കൊടുത്തത്. അങ്ങനെയാണ് രോഗസൗഖ്യ ശുശ്രൂഷയിലേക്ക് അതിലേക്കുള്ള ഒരു പ്രവേശനം ലഭിക്കുന്നത്. ശുശ്രൂഷയിൽ വന്നു. പിന്നെ 11 വർഷത്തിലധികം 12ഓളം വർഷം ഒരു രോഗിയെയും അങ്ങനെ കാര്യമായി സൗഖ്യമാക്കുന്ന ഒരു ശുശ്രൂഷ ചെയ്തിട്ടില്ല. ആ സമയങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഹൃദയത്തിൽ പറയുന്നുണ്ടായിരുന്നു, നിൻ്റെ മേജർ റെസ്പോൺസിബിലിറ്റി, നിന്നെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് രോഗികളെ സൗഖ്യമാക്കുക എന്നതാണ്. ഒരു 11-12 വർഷം കഴിഞ്ഞപ്പോൾ ആരോ ഒരു സുഹൃത്ത് പറഞ്ഞു, ആക്സിഡൻറ്റിൽ നടക്കാൻ കഴിയാത്ത ഒരു മനുഷ്യന് വേണ്ടി വന്ന് പ്രാർത്ഥിക്കണം. എന്തായാലും ചെന്ന് പ്രാർത്ഥിച്ചു. ആ മനുഷ്യന് നടക്കാൻ വയ്യാതിരിക്കുകയായിരുന്നു. അങ്ങനെ നടക്കാൻ വയ്യാതിരുന്ന മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഒരു വലിയ ദൈവശക്തി ആ മനുഷ്യൻ്റെ മേൽ വ്യാപരിച്ചു. താൻ ചാടി എഴുന്നേറ്റ് പാസ്റ്റർ ഓറൽ റോബോട്ട്സിനോട് ചോദിച്ചു, നീ എന്താണ് ചെയ്തത്? എനിക്കിപ്പോൾ നടക്കാൻ കഴിയുന്നു, ഞാൻ സൗഖ്യമായിരിക്കുന്നു. ഒരു തിരിച്ചറിവിലേക്ക് വന്നു, യേശു എന്നിലൂടെ സൗഖ്യത്തെ പുറപ്പെടുവിക്കുന്നു എന്ന്.
അങ്ങനെ ദീർഘസമയങ്ങൾ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ തൻ്റെ വലത് കൈയിൽ ഒരു മാനിഫെസ്റ്റേഷൻ ഉണ്ടായി. അതിശക്തമാകുന്ന ദൈവശക്തി, ആ ദൈവ സാന്നിധ്യം തൻ്റെ വലത് കൈയിൽ വരും. ആ വലത് കൈയിൽ വരുന്ന മാനിഫെസ്റ്റേഷൻ വരുമ്പോൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകും. നിങ്ങൾക്കറിയാമോ, പാസ്റ്റർ ഓറൽ റോബോട്ട്സ് തൻ്റെ വലത് കരം വെച്ച് 2 മില്യൺ ആളുകൾക്ക്, 20 ലക്ഷം ആളുകൾക്ക്, 20 ലക്ഷം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. രോഗികൾ സൗഖ്യമായി, ലക്ഷക്കണക്കിന് രോഗികൾ സൗഖ്യമായി. തൻ്റെ മേൽ ആ മാനിഫെസ്റ്റേഷൻ വരുമ്പോൾ രോഗിയുടെ മേൽ കൈവച്ചാൽ ഉടനടി സൗഖ്യമാണ്, വേദിയിൽ ഉടനടി സൗഖ്യമാണ്. ഗ്ലോറി, ഹല്ലേലൂയ. ഈ ശബ്ദം കേൾക്കുന്ന ചിലരുടെ മേൽ ആ നിലവാരത്തിൽ രോഗശാന്തി ശുശ്രൂഷ വെളിപ്പെടട്ടെ, ഒരു പകർച്ച സംഭവിക്കട്ടെ. ഇപ്പോൾ തന്നെ രോഗികൾ സൗഖ്യമാകട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ അങ്ങയുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിശക്തമാകുന്ന ഒരു രോഗശാന്തി ശുശ്രൂഷയിലേക്ക് ഇതിൽ ചിലരെ കർത്താവ് കൈപിടിച്ച് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അവരിലൂടെ രോഗികൾ ധാരാളം സൗഖ്യമാകട്ടെ, രോഗികൾ ധാരാളം സൗഖ്യമാകട്ടെ. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ അവർ സൗഖ്യമാകട്ടെ. ഈ ശബ്ദം അവരുടെ കാതുകളിൽ മുഴങ്ങുന്ന നിമിഷത്തിൽ തന്നെ രോഗികൾ സൗഖ്യമാകട്ടെ. മഹാത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ, ഗ്ലോറി ടു ജീസസ്. പൈൽസ് രോഗം സൗഖ്യമാകുന്നു. ബ്ലീഡിങ് യേശുവിൻ നാമത്തിൽ സൗഖ്യമാകുന്നു. നട്ടലിന് വന്നിരിക്കുന്ന കേടുകൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകുന്നു. കഠിനമാകുന്ന ആമേൻ ചുമ നിർത്താതെ ചുമച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ ഇപ്പോൾ തൊട്ട് കർത്താവ് സൗഖ്യമാക്കുന്നു. പീയൂഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ തൊടുന്നു. റീറ്റി മാറബോസിനി ലാബറ സെന്തിനി ലിയാഥര അർഥീസിനി അലഖബറ ഫീസതരലി യാന്തുറബജനി അൽഖര. അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം. കർത്താവെ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവരെ ഉദ്ധരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അത്ഭുതങ്ങൾ, അത്ഭുതങ്ങൾ, അത്ഭുതങ്ങൾ. ജോലിയില്ലാത്തവർക്ക് വേണ്ടി വഴികളെ തുറക്കണമേ. സകല മഹത്വം അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗ്ലോറി ടു ജീസസ്. ഹല്ലേലൂയ. കർത്താവാകുന്ന യേശു നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ വിനയപരിശ്രമം ഓർപ്പിക്കുന്നു. ഈ സന്ദേശം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാനും വിനയപരിശ്രമം ഓർപ്പിക്കുന്നു. യേശു നിങ്ങളുടെ കൂടെയിരിക്കും. ഗാഡ് ബ്ലെസ് യു. ആമേൻ. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റെയിൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റെയിൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും. എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.